നിങ്ങളിപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലിങ്ങനെ ചിന്തിക്കുക, ഇതിപ്പോ ഈ സ്വഭാവമുള്ള ഭാര്യ എനിക്ക് ഉണ്ടായിക്കണോ എന്ന് ഇങ്ങനെ ചിന്തിക്കുക. ഈ സ്വഭാവമുള്ള ഭാര്യ, ഏറ്റവും നല്ല ഭാര്യ ആരാ? എന്റെ ഭർത്താവ് ഒരാളെ മുന്നിലും വഷളാകാൻ പാടില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾക്കറിയോ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങളെ ഭാര്യമാരൊരു കാര്യം ചെയ്യും, എന്താണെന്നറിയോ? നിങ്ങളൊരു മംഗളത്തിന് പോകുമ്പോ, മംഗലെന്നല്ല ഇവിടെ പറയുന്നത്, മംഗലോന്നല്ലേ ഇവിടെ പറയണേ, കല്യാണവും മംഗലോ അതിനൊക്കെ പോകുമ്പോ നിങ്ങളൊരു കുപ്പായം ധരിച്ചിരിക്കും. നിങ്ങളിങ്ങനെ കുപ്പായൊക്കെ ധരിച്ച് റെഡിയായപ്പോഴാണ് നിങ്ങളെ ഭാര്യ വന്നിട്ട് പറയാണ്, എന്ത് മനുഷ്യ, ഒരു മംഗളത്തിന് പോലെ ഒരു കല്യാണത്തിന് പോലെ ഈ ഡ്രസ്സ് വേണ്ട, നല്ല ഡ്രസ്സ് ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഗോഡ്രേജിൽ നിന്ന് നല്ലൊരു കുപ്പായം എടുത്ത് ഇസ്തിരി ഇട്ട് തേച്ചിട്ട് കൊണ്ടുവന്ന് തരും. എന്താ കാരണം? ഭാര്യക്കറിയാം ഭർത്താവ് ഇതിനേക്കാളും ഈ കുപ്പായി ഇട്ടാലാ ഉഷാറാവുക പറഞ്ഞിട്ട് അങ്ങനെ ഭാര്യ ചിന്തിച്ചിട്ട് ഭാര്യ ഒരു കുപ്പായം കൊണ്ടുവരും. അത് ഭാര്യ ഭർത്താവിന്റെ ഇജ്ജത്ത് കാത്തു സൂക്ഷിക്കുന്നവര്. ചില ഭാര്യമാരുണ്ട് കേട്ടോ, ഭർത്താവ് നല്ലതിട്ടാൽ പോലും അത് മാറ്റിയിട്ട് പഴയതിടാൻ വരും. എന്റെ കാരണം എന്റെ ഭർത്താവിനെ വേറെ ആരും പെണ്ണും കണ്ട് സന്തോഷിക്കൊന്നും വേണ്ട, ഞാൻ മാത്രം കണ്ട. അത് നല്ല ചിന്തയാണ്, അതും നല്ല ചിന്തയാണ്. എന്താ ഞാൻ പറഞ്ഞത്? എപ്പോഴും എന്റെ ഭർത്താവിന്റെ ഇജ്ജത്ത് കാത്തു സൂക്ഷിക്കുന്ന ഭാര്യ, ആ ഭാര്യയാണ് ഏറ്റവും നല്ല ഭാര്യ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരട്ടെ, അങ്ങനെ ആക്കി തരട്ടെ. അങ്ങനെ ആവുമ്പോഴാണ് ഉമ്മമാരെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താണെന്നറിയോ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ ഭർത്താവ് കടക്കാരനാകാൻ പാടില്ല. അല്ലാഹു തൗഫീഖ്, അല്ലാഹു തൗഫീഖ് അല്ലെ. എപ്പോഴും എല്ലാരോടും പറയാ, ദ്വാരക്കൻ തന്നെ, ദ്വാരക്കാത്തൊന്നുമല്ല, ദ്വാരക്കന്നെ, കടണ്ട് 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 കടണ്ട്. ഓക്കെ, അല്ലാഹു കടങ്ങളൊക്കെ വീട്ടിൽ തരട്ടെ. ഒരിക്കലും കടണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരവസ്ഥ വരാൻ പാടില്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന് ഉമ്മ, ഈ മറക്കപ്പുറത്തിരുന്ന് എന്റെ വേല കേൾക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയാ, നിങ്ങൾ ഹദ്ദാദ് റാത്തീബ് മാത്രം എടുത്താ പോരാ, ദിക്റും സ്വലാത്തും മാത്രം ചൊല്ലിയാ പോരാ, ഇതൊക്കെ ശ്രദ്ധിക്കണം. ഭർത്താവിനെ കൊണ്ടുപോയിട്ട് കടത്തിലങ്ങ് മുക്കിക്കളയുന്ന ഒരു സ്വഭാവം ഭാര്യക്കുണ്ടാകാൻ പാടില്ല. അപ്പൊ വാലിന്റെ കമന്റുകളിലൊക്കെ ഇങ്ങനെ ദ്വാരക്കാൻ വസിയത്ത് വരും അല്ലെ, വരുന്നില്ലേ? അതാ ഇഷ്ടം പോലെ വരുന്നത് കണ്ട. അതൊന്നും ഞങ്ങൾക്ക് കാണാൻ ഭാഗ്യല്ല, അതല്ല അവർക്ക് കാണാൻ ഇങ്ങനെ ഭാഗ്യ. അല്ലാഹു തആല ആ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അക്കൂട്ടത്തിൽ അടിക്കുറിപ്പിലുള്ള കാര്യമായ ദുആ കൊണ്ടുള്ള വസിയത്തിൽ ഒന്ന്, ഭർത്താവിനെ കടണ്ട്, ആ കടക്കൊന്ന് വീടിക്കിട്ടാൻ ദുആ ചെയ്യണേ ഉസ്താദേ. അല്ലാഹു വീട്ടിൽ കൊടുക്കട്ടെ, അതിന്റെ വഴി അല്ലാഹു തുറന്നു കൊടുക്കട്ടെ. പക്ഷേ ഭാര്യമാര് ശ്രദ്ധിക്കണം, എന്റെ ഭർത്താവ് കടക്കാരനാകാൻ പാടില്ല, കടം വാങ്ങി നടക്കുന്നവനാകാൻ പാടില്ല. അപ്പോ പുതിയ ഒരു കാറ് വാങ്ങണം എന്ന് പറയുന്ന ഒരു ഭാര്യയോട് ഭർത്താവ് പറയേണ്ടിയിരുന്നു, മോളെ കാറൊന്നും ഇല്ലാതെ ഈ പോകുന്ന ബസ്സിൽ, ലൈൻ ബസ്സിൽ കയറിയിട്ട് യാത്ര ചെയ്യുന്നവനുണ്ട്, ടൂ വീലറിൽ കയറി യാത്ര ചെയ്യുന്നവനുണ്ട്, ഭാര്യനെ ബാക്കിൽ ഇരുത്തിയിട്ട് ഭർത്താവ് മുന്നിലിരുന്നിട്ട് ഭാര്യയും ഭർത്താവും ബൈക്കിലും സ്കൂട്ടറിലും ഒക്കെ പോയി യാത്ര ചെയ്യുന്നവരുണ്ട്, ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പോകുന്നവരുണ്ട്. പക്ഷെ അല്ലാഹു തആല എനിക്കും നിനക്കും അതിനേക്കാളൊക്കെ കുറച്ച് സൗകര്യം തന്നല്ലോ. ഒരു ആൾട്ടോ ആണെങ്കിൽ ആൾട്ടോ, ഒരു 800 ആണെങ്കിൽ 800, സ്വന്തമായിട്ട് വേറെ ആരും കൂടെ ഇല്ലാതെ നമുക്ക് മാത്രം ഒന്നിച്ച് യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം അല്ലാഹു തന്നല്ലോ. അതെ, ഇൻഷാ അല്ലാഹ് കടലാക്കിയിട്ട് ഒരു കാറ് വാങ്ങണ ഒരു വിഷയത്തേക്കൊന്നും ഞാൻ പോവില്ല. എനിക്ക് കടമെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാ പെണ്ണെ എന്ന് പറയുമ്പോ ഭാര്യ സഹകരിച്ചു കൊടുക്കണം. അഥവാ ഭർത്താവ് ഒരു പുതിയ കാറ് കടക്കാക്കിയിട്ട് ഒരു പുതിയ കാറ് വാങ്ങാൻ പോകുമ്പോ, അല്ലെങ്കിൽ നല്ലൊരു വീടുണ്ട്, താമസിക്കാൻ ഒരു നല്ല വീടുണ്ട്, അല്ലാഹു നമ്മുടെ വീട്ടിലൊക്കെ വലിയ ബർക്കത്ത് ചെയ്യട്ടെ. നല്ലൊരു വീട്ടിൽ ഇങ്ങനെ താമസിക്കുന്നു, താഴെ ഒറ്റ നില മാത്രമേ ഉള്ളൂ, ഗ്രൗണ്ട് ഫ്ലോർ. ഇപ്പൊ ഭർത്താവിനൊരു ആഗ്രഹം ഫസ്റ്റ് ഫ്ലോർ എടുക്കണോ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഫസ്റ്റ് ഫ്ലോർ എടുക്കുമ്പോ ഭാര്യ ചോദിച്ചു, എന്തിലേക്കുള്ള പുറപ്പാടാ മനുഷ്യ നിങ്ങളത്? അപ്പൊ പറഞ്ഞു ഫസ്റ്റ് ഫ്ലോർ എടുക്കണമെന്ന്. ഏതിന്റെ ഫസ്റ്റ് ഫ്ലോർ? വീടിന്റെ. ഇപ്പൊ ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ടല്ലോ, മുകളിൽ ഒരു ഫസ്റ്റ് ഫ്ലോർ കൂടി എടുത്താൽ അൽഹംദുലില്ലാഹ് അവന്റെ പൊരയും ഞങ്ങളെ പൊരയും ഏകദേശം ഒരേ ലെവൽക്കാവും. ഇപ്പൊ ഓന്റെ പൊരനേക്കാളും ഒന്ന് താഴ്ന്നിട്ടല്ലേ നമ്മളെ പൊര ഉള്ളത്. അപ്പൊ ഭാര്യ ഭർത്താവിനോട് പറയണം, ഇപ്പൊ അതിന് ആവശ്യമുണ്ടോ മനുഷ്യ? ഞാനും നിങ്ങളും 2 കുട്ടികളല്ലേ ഉള്ളൂ, എനിക്കും നിങ്ങൾക്കും ഒരു റൂമും മക്കൾക്കും ഒരു റൂമും 2 റൂമും 3
ആവശ്യത്തിന് ഡൈനിങ് പിന്നെ ഹാളും ഉണ്ട്, എൻട്രൻസ് റൂമും ഉണ്ട്, ലിവിംഗ് റൂമും ഉണ്ട്, കിച്ചൺ റൂമും ഉണ്ട്, ടോയ്ലറ്റും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതെന്തിനാ ഇപ്പൊ മുകളിൽ പൈസ ഉണ്ടാ അല്ലെ? പൈസ ഉണ്ടെങ്കിൽ എന്തും ചെയ്യല. പൈസ ഉണ്ടാ അല്ല, പൈസ ഒന്നും ഇല്ലടി പെണ്ണെ. ഭർത്താവ് ഭാര്യനോട് പറയാണ് പൈസ ഒന്നും ഇല്ലടി, എന്നാലോ ഞാന് മുഹമ്മദിനോട് കടം ചോദിച്ചിന്, ഒരു 10-20 ലക്ഷം മുഹമ്മദിനോട് കടം ചോദിച്ചിന്, മുഹമ്മദ് തരാന്നും പറഞ്ഞിന്. നിങ്ങ ഇപ്പൊ ചിന്തിക്കുവാരല്ലേ അത് ഏത് മുഹമ്മദ് ഉസ്താദ്, ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞൊരു അഡ്രസ്, ഞങ്ങളും പോയിട്ട് കുറച്ച് കടം ചോദിക്കാൻ. അത് ഇല്ലാത്ത മുഹമ്മദാണ്, ഉള്ള മുഹമ്മദ് ഒന്നുമല്ല, ഇല്ലാത്തൊരു മുഹമ്മദ്. അപ്പൊ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരാളില്ല എന്ന് ഉദാഹരണം പറയാണ്. അപ്പൊ കടം ചോദിച്ച് കടം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ മുകളിലെ ഫസ്റ്റ് ഫ്ലോർ ഉണ്ടാക്കാൻ പോവാണെന്ന്. അപ്പൊ ഭാര്യ ഭർത്താവിനോട് പറയണം, എന്താ പറയണത്? മനുഷ്യ, നിങ്ങൾ അയാളോട് കടം വാങ്ങിയിട്ട് മുകളിലെ ഫ്ലോർ ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമില്ല, എന്റെ സമ്മതമല്ല എന്ന് പറയണം. അപ്പൊ ഭർത്താവ് ചോദിക്കും അതെന്തേ നിനക്ക്? അപ്പൊ പറയും നിങ്ങൾ ഇങ്ങനെ കടം വാങ്ങിയിട്ട് പിന്നെ ടെൻഷൻ ആക്കി ഇരിക്കണത് എന്നെ കൊണ്ട് കാണാൻ കഴിയില്ല, ഞങ്ങൾക്ക് ഇത്ര മതി, ഇനി ഞങ്ങളെ കയ്യിലാകുമ്പോ അത് നോക്കാം എന്ന് പറയുന്ന ഭാര്യയുണ്ടോ? കുമ്പടാജയിലെ എന്റെ അതിന്റെ സദസ്സിൽ അവളാണ് ഏറ്റവും നല്ല ഭാര്യ. അല്ലെങ്കിൽ മറ്റേ ഭാര്യയാണെങ്കിൽ എന്ത് പറയുന്നോ? മറ്റേ ഭാര്യയാണെങ്കിൽ പറയും മുഹമ്മദിനോട് ഒരു 2 ലക്ഷം കൂടുതൽ ചോദിക്കാൻ കഴിയോ ചോദിക്കും. 20 ഏതായാലും തരാന്ന് പറഞ്ഞില്ലേ, ഒരു 2 ലക്ഷം കൂടി ചോദിച്ചാല് അതെന്തേ? അത് നമ്മളെ 4 റൂമുക്ക് 4 AC വെക്ക. ഇപ്പൊ ഭയങ്കര ചൂടില്ലേ? ഉള്ളിലും ചൂട്, പുറത്തും ചൂട്, ഇതിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതും ചൂട് തന്നെ, ഏസിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതും ചൂട്, എല്ലാം ചൂട് തന്നെ അല്ലേ? എല്ലാം ചൂട്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു 4 AC വെക്കാം. ഒരു 50,000 പോലെ കൂട്ടിക്കോ, എന്നാ പിന്നെ ഒരു 2 ലക്ഷം ഒരു കടം ചോദിച്ചാലോ? അത് മറ്റത് ഭർത്താവിനെ വഷളാക്കുന്ന ഭാര്യയാണ്. അങ്ങനെ ആകാൻ പാടില്ല. ആ രൂപത്തിൽ ഒരിക്കലും ഭർത്താക്കന്മാരെ അതേ താഴ്ത്താനും നിസ്സാരപ്പെടുത്താനും പാടില്ല. ഇരിക്കട്ടെ, ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, വെള്ളിയാഴ്ച ജുമഅക്ക് ശേഷം ഈ ദുആ നടത്തണമെന്ന് ഗസാലി ഇമാം പറഞ്ഞില്ലേ? അതിലെന്താണ് റബ്ബിനോട് ചോദിച്ചു വാങ്ങുന്നത്? പടച്ച റബ്ബേ, നിന്റെ ഹലാല് കൊണ്ട് നീ എന്നെ സമ്പന്നമാക്കണേ അല്ലാഹ്. നീ അല്ലാത്തവരെ തൊട്ട് നിന്റെ ഔദാര്യം കൊണ്ട് നീ എന്നെ മതിയാക്കണേ അല്ലാഹ് എന്ന ഒരു ദുആ. ആ ദുആ വെള്ളിയാഴ്ച ജുമഅക്ക് ശേഷം ദുആ ചെയ്താൽ, അതുപോലെ ആ ദുആ എപ്പോഴും നിത്യമാക്കിയാൽ, വിചാരിക്കാത്ത ഭാഗത്തു കൂടെ അല്ലാഹു തആല അവർക്ക് ധാരാളം റിസ്ക് നൽകുന്നു. മഹാന്മാരായ പണ്ഡിതന്മാരത് പഠിപ്പിക്കുന്നു. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിലെ അതേ സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു തആല പറയുന്നത് കാണാം, ഓ മനുഷ്യാ, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്നാ. മനുഷ്യനോട് എന്റെ ഒരു ഉപദേശമുണ്ട്. അല്ലാഹു പറയാണ്, മനുഷ്യനോട് എന്റെ ഒരു ഉപദേശമുണ്ട്. അതെന്താണ്? ബിവാലിദൈഹി ഹുസ്നാ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണോ. മക്കൾ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണോ, മാതാപിതാക്കൾ മക്കൾക്ക് ഗുണം ചെയ്യണം. ഇതുപോലെ അമ്മായിമ്മ മരുമക്കൾക്ക് ഗുണം ചെയ്യണോ. ഈ റമദാൻ അവസാനിക്കുമ്പോ, പെരുന്നാൾ അടുക്കുമ്പോ എല്ലാവരുടെയും വാട്സപ്പിലൂടെ ഒരു മെസ്സേജ്, സ്റ്റേറ്റസിലൂടെ ഒരു മെസ്സേജ്, ഒട്ടുമിക്ക മരുമക്കളുടെ സ്റ്റേറ്റസുകളിലും മെസ്സേജ്, അഥവാ ഭർത്താവിന്റെ ഭാര്യമാരുടെ സ്റ്റേറ്റസുകളിൽ മെസ്സേജ്. എന്താണ് മെസ്സേജ്? അല്ലാഹുവേ, സ്വന്തം മക്കൾ വീട്ടിൽ എത്തുന്നത് വരെ മരുമക്കൾ അവരെ വീട്ടിലേക്ക് പോകാൻ പാടില്ല എന്ന് വാശി പിടിക്കുന്ന അമ്മായിമ്മമാരുടെ ശല്യത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. നിങ്ങൾ ആമീൻ പറയാനല്ല ഞാനിത് പറഞ്ഞത്. ആമീന് നിങ്ങൾ പറഞ്ഞോളൂ, സാരല്ല. ഇത് സ്റ്റാറ്റസിൽ നിന്ന് കണ്ടത് പറയാണ്. ഞാനിത് വെറുതെ പറയല്ല.
ഇത് പറയുമ്പോ ചിലപ്പോ ഇവർ പറയും അപ്പുറത്തിരിക്കണേ നല്ല കൊസ്സിയായി അങ്ങനെ ചൊല്ലണോ എന്റെ മാമി അങ്ങനെ തന്നെ. മാമി അല്ലെങ്കിൽ ഭർത്താവിന്റെ ഉമ്മ. കാരണം ചില അമ്മായിമ്മമാരുണ്ട് പെരുന്നാക്ക് പള്ളി നിസ്കാരം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാല് പിന്നെ ഉച്ച ബിരിയാണി കഴിഞ്ഞിട്ടാണ് ഉച്ച ഭക്ഷണം കഴിച്ചിട്ട് ആ ബിരിയാണി ഒക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മളിങ്ങനെ പോവുള്ളൂ. അപ്പൊ സ്വാഭാവികമായും മോന്റെ ഭാര്യയും മക്കളും ഓളെ വീട്ടിലേക്ക് പോകും. ഇവിടുന്ന് അങ്ങോട്ട് ഒരു കൂട്ടർ പോകുമ്പോ അവിടെ ഇങ്ങോട്ട് ഒരു കൂട്ടർ വരും. ഉമ്മയും ബാപ്പയും കൂടെ എന്നെ പാടറിവോ ഓർക്ക് അങ്ങോട്ട് പോവാനുമില്ല ഇങ്ങോട്ട് വരാനുമില്ല. എന്താ കാരണം? മോന്റെ ഭാര്യയും മക്കളും ഓളെ പുറക്ക് പോകുമ്പോ അപ്പുറത്ത് മോളെ ഭർത്താവും മക്കളും ഇങ്ങോട്ട് വരിക. അപ്പൊ പിന്നെ ഉമ്മയും ബാപ്പയും എങ്ങോട്ടെങ്കിലും പോകണ്ട ഇല്ല. പിന്നെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യും. എങ്ങനെ? ഇന്ന് പോയിട്ട് ഇന്ന് പോന്നേ നാളെ വരുന്നേ. അപ്പൊ ഞങ്ങൾക്ക് ഒന്നിച്ച് സംഗമിക്കാൻ കഴിയുമല്ലോ പോരല്ലോ. ഇന്ന് മോന്റെ ഭാര്യയും മക്കളൊക്കെ പോന്നു മകന്റെ ഭാര്യന്റെ വീട്ടിലേക്ക്. നാളെ പെരുന്നാളിന്റെ പിറ്റേന്ന് ആര് വരുന്നേ? മകളെ ഭർത്താവും ഓരോ മക്കളും ഇങ്ങോട്ട് വരും. അപ്പൊ ഒന്നിച്ച് വീട്ടിൽ സംഗമിക്കാൻ കഴിയും. അതങ്ങനെയല്ല. ചില അമ്മായിമ്മമാര് വാശി പിടിക്കും. ചില അമ്മായിമാരൊക്കെ വേദനയൊക്കെ ഉണ്ടാവും. ചിലപ്പോ ഈ സ്വഭാവമുള്ള അമ്മായിമാണെങ്കിൽ മുഖത്തര ചെറുതായിട്ടുണ്ടാവും. ആ സ്വഭാവമുള്ള അമ്മായിമാന്റെ മരുമോളാണെങ്കിൽ ഇങ്ങനെ നോക്കുന്നുണ്ടായിപ്പോ അതുകൊണ്ടാണ് സാധാരണഗതിയിൽ മാമിയും മരുമോളും ഒന്നിച്ചിരുന്ന് വേദ കേൾക്കൽ കുറവാണ്. നല്ല മാമി മരുമോള് മാത്രമേ വേദിന് വന്നാലും ഉണ്ടല്ലേ വേദിന് വന്നാലും മാമി മരുമോളും എന്നാ ഞങ്ങളെ നാട്ടിൽ പറയാം. നിങ്ങളെങ്ങനെ പറയാം? അമ്മായിയും മരുമകളും അമ്മായിയും മരുമകളും ഉറൂസിന്റെ വേദന വരാ ഒന്നിച്ചു വരാ. പിന്നെ ഓര് കാണുന്നത് എപ്പോഴെന്നറിയോ? എപ്പോ വേലെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ മാമി അവിടെ ഗേറ്റിന്റെ അടുത്ത് പോയി കാത്തു നിൽക്കുന്നു. മരുമോള് മരുമകളാണ് ആദ്യം ഗേറ്റിന്റെ അടുത്തേക്ക് പോയി നിൽക്കുന്നതെങ്കില് മരുമോൾ അവിടുന്ന് കാത്തിരിക്കും. മാമി ബന്ന എന്തേ രണ്ടാൾ ഒന്നിച്ചിരിക്കാത്തെ? അത് ചിലപ്പോ വേല് പറയുന്ന ഉസ്താദ് ചിലപ്പോ ചില വിഷയം പറയും. അത് പറഞ്ഞത് ഉള്ളതുപോലെ പറയും. അത് ചിലപ്പോ അമ്മായിമ്മയിൽ ആ സ്വഭാവം ഉണ്ടാവും, ചിലപ്പോ മരുമോളിൽ ആ സ്വഭാവം ഉണ്ടാവും. അത് അടുത്തടുത്തിരുന്ന് കേൾക്കുമ്പോ അത്ര ഒരു മജ കിട്ടുന്നില്ല. അല്ലെ? കിട്ടുന്ന മജ ഇല്ല, കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നിച്ചു വന്നാലും വന്നതിന് ശേഷം മരുമോൾ ഒരു ഭാഗത്തും അമ്മായിമ്മ പിന്നെ ഒരു ഭാഗത്തും. അമ്മായിമ്മ എവിടെ ഇരുന്നതിന് മരുമോക്ക് അറിയില്ല, മരുമോ എവിടെ ഇരുന്നതിന് അമ്മായിക്ക് അറിയില്ല. ആദ്യം തന്നെ പറയുന്നത് എന്തറിയോ? എന്നെ നീ തേടാൻ നിക്കണ്ട. അമ്മായിമ്മ ആദ്യം തന്നെ മരുമോളോട് പറഞ്ഞിട്ടുണ്ടോ? എന്നെ നീ തേടാനൊന്നും നിക്കണ്ട, ഞമ്മ അവിടെ എവിടെ നിന്നാ മതി. അവസാനം ഞാൻ ഗേറ്റിന്റെ അടുത്തുണ്ടാവാ തിരിച്ചു പോകുമ്പോ. അത് ആദ്യം തന്നെ ഞാനിത് വെറുതെ പറയല്ല. ചില അമ്മായിമ്മമാർക്ക് വല്ലാത്ത വാശിയാണ്. എന്താ വാശി? എന്റെ മോൾ ഇങ്ങോട്ട് എത്തിയിട്ടേ നീ അങ്ങോട്ട് പോയാ മതി. അപ്പൊ മോന് പെരുന്നാളിന്റെ തലേന്ന് തന്നെ മാസം കണ്ടു എന്നായപ്പോ തന്നെ ഒരു തീരുമാനം എടുക്കുമല്ലോ, നാളെ എന്ത് പ്ലാനിങ്. ഇപ്പൊ റമദാന് കഴിഞ്ഞ് ഈദ് ഉൽ ഫിത്തർ ചെറിയ പെരുന്നാളിന്റെ അന്ന് മാസം കണ്ടല്ലോ. അപ്പൊ 29 മാസം കണ്ടില്ലേ? നിങ്ങന്ത് മനുഷ്യന്മാരുടെ 29 മാസം കണ്ടല്ലോ. നിങ്ങൾക്ക് നോമ്പ് 30 കിട്ടിയ 29 കിട്ടിയതാ, 28 കിട്ടിയതാ? ഒരു രണ്ടാൾക്ക് 28 കിട്ടിയത് പോലെ ഉണ്ടല്ലോ. ഒരാൾ എന്നോട് പറഞ്ഞു, എനിക്ക് 31 കിട്ടി. അതൊക്കെ അത് കിട്ടാൻ വകുപ്പുണ്ട്, ഉസ്താമാർക്ക് അറിയാലോ, കിട്ടാൻ വകുപ്പുണ്ട്, മസലുണ്ട്. ഓങ്ക് അങ്ങനെയാണ് 31 കിട്ടിയത്. ഇനിയിപ്പോ ഓങ്ക് 31 കിട്ടിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബേജാറൊന്നും ആവണ്ട. എനിക്ക് 30 കിട്ടിയിട്ടില്ലല്ലേ റബ്ബേ, 29 കിട്ടിയത്, ബേജാറൊന്നും ആവണ്ട. അങ്ങനെയുണ്ട് അല്ലേ? ഇപ്രാവശ്യം റമദാനിന്റെ ആദ്യത്തെ ദിവസം ഏത് ദിവസമായിരുന്നു എന്ന് അറിയുന്നവർ പറയണ്ട, ഒന്ന് കൈബൊക്ക്. റമദാനിന്റെ ഒന്നാമത്തെ ദിവസം ഏത് ദിവസം? തിങ്കളാഴ്ച മാ, ചൊവ്വാഴ്ച മാ, ബുധനാഴ്ച മാ, ബിയാഴ്ച മാ, വെള്ളിയാഴ്ച മാ, ശനിയാഴ്ച മാ, ഞായറാഴ്ച മാ? ഏത് പറയും നോക്കാം? ഏത്? ഓമോ ചൊവ്വാഴ്ച. സലാമത്തായി, അല്ലാഹു റബ്ബേ. അപ്പൊ ചില ആളുകളോടൊക്കെ ചോദിച്ചാൽ അവർ പറയും, അതിപ്പോ ഏത് റമദാൻ ഒന്ന് കിട്ടിനി, ഏതായാലും കിട്ടിന് തന്നെ. അതിപ്പോ ഏത്? അതാ ചൊവ്വാഴ്ച.
റമളാൻ 1 ചൊവ്വാഴ്ചയാണെങ്കിൽ ഗസാലി ഇമാം പറഞ്ഞു ലൈലത്തുൽ ഖദർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ളത് 27-നാണ് എന്നാണ്. റമളാൻ 1 ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആയാൽ 27-ആണ് ഏറ്റവും സാധ്യത. അല്ലാഹു തആല അത് ലഭിച്ചവരെ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളെ പെടുത്തി തരട്ടെ. അപ്പൊ പെരുന്നാളിന്റെ മാസം കണ്ടാൽ അപ്പൊ തന്നെ ഒരു ചർച്ച നടക്കും വീട്ടിൽ. ഇപ്പൊ നാളത്തെ പ്ലാൻ എന്ത്, സുബൈത്തെ നാസ്ത എന്ത്, ഉച്ചത്തെ ചോറ് ബിരിയാണി എന്ത്, ദമ്മ് ബിരിയാണിയാ മറ്റേ ബിരിയാണിയാ, എന്ത് മസാല, എന്ത് വകർണ എല്ലാം ആയിട്ട് പിന്നെ എപ്പ പോന്നേ അപ്പൊ ചർച്ച. അപ്പൊ തന്നെ മോൻ ഉമ്മാനോട് വന്നിട്ട് പറയും, ഓൾക്ക് നാളെ കുറച്ച് അർജന്റ് ഒന്ന് ഓളെ പുറക്ക് എത്തണമെന്നുണ്ട്, നാളെ അവിടെ വേറെ കുറച്ച് സംഗതിയെല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ ഓളെയും കൂട്ടിട്ട് ഞാൻ കുറച്ച് വേം പോന്നേ ആവാ. അതങ്ങനെ പോകുന്ന റൂൾസ് ഇല്ല ഇവിടെ. ഈ മോന്റെ വർത്താനോ ഉമ്മാന്റെ വർത്താനോ അങ്ങനെ എന്റെ മോൾ ഇങ്ങോട്ട് വരാതെ ഓൾ അങ്ങോട്ട് പോവാൻ കയ്യാലേന്ന്. കയ്യാല ഞാൻ അലക്കാല, കയ്യാല അലക്കാല, ഞാൻ വിടുന്നുമില്ല. അങ്ങനെ ആകാൻ പാടില്ലല്ലോ. അങ്ങനെ വാശി പിടിക്കാൻ പറ്റുമോ? കുറച്ച് നേരത്തെ ഓൾക്ക് എത്തേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയും. ഇനി കുറച്ച് നേരത്തെ എത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഓളൂ ഞങ്ങളുടെ നാട്ടിൽ മച്ചിൻചി എന്നാ പറയാ. ഓൾക്ക് നിങ്ങൾ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഇവിടെ അങ്ങനെ തന്നെയാണ് പറയാ, മച്ചിൻചി. വെറുതെ നിങ്ങൾ വെറുതെ തല അട്ടുന്നായിരിക്കും അല്ലേ അങ്ങനെ പറയുന്ന. ഓർക്ക് തമ്മിൽ എന്താ പറയുന്നത്? ഈ ഭർത്താവിന്റെ ഈ ഭാര്യക്കും ഈ പെണ്ണിന്റെ ഭർത്താവിന്റെ പെങ്ങൾക്കും തമ്മിൽ എന്ത് പറയുന്നേ? അങ്ങനത്തെ ഒരു സംഗതി എന്നോട് ഇല്ലേ? എന്താ മച്ചുഞ്ചി തന്നെ. അപ്പൊ മച്ചുഞ്ചി ഒന്ന് ഇവിടെ എത്തിയിട്ട് ഞാൻ പോയാൽ മതി, മച്ചിച്ചും കൂടി ഒന്ന് ഒരു മുസാഫത്ത് കൊടുത്തിട്ട് പോയാൽ മതിയല്ലോ. അപ്പൊ അത്ര ഒരു ആവശ്യമില്ലെങ്കിൽ അങ്ങനെ ശേഖരിക്കണം. അപ്പൊ ചിലപ്പോ അമ്മായിയും ശേഖരിക്കണം, ചിലപ്പോ മാമിയും ശേഖരിക്കണം. ഞാൻ പറഞ്ഞു വന്നത് അല്ലാതെ വാശി പിടിക്കുന്ന അമ്മായിമാരോ മരുമക്കളോ ആകാൻ പാടില്ല. അത് ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരം ലഭിക്കുന്നതല്ല, ഏത് വിഷയത്തിനും ഒരു പരിഹാരം ലഭിക്കുന്നതല്ല. ഇത് സാന്ദർഭികമായി ഞാൻ അങ്ങ് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത് നോക്കൂ നിങ്ങള്. അതുകൊണ്ടല്ലേ ഓ ചെറുപ്പക്കാരെ, ഉമ്മമാര് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുമ്പോ നല്ലതാണെങ്കിൽ മാത്രമേ സ്വീകരിക്കാവൂ. ഉമ്മയാണെന്നത് കൊണ്ട് ഉമ്മാനെ ബഹുമാനിക്കണമെന്നത് ശരിയാണ്, ഉമ്മ പറയുന്നതിനെ അനുസരിക്കണമെന്നത് ശരിയാണ്. അതേ സമയത്ത് ഉമ്മ ഒരു ഹറാമ് കൊണ്ട് കൽപ്പിച്ചാൽ, ഉമ്മ ഒരു തെറ്റ് കൊണ്ട് കൽപ്പിച്ചാൽ, ആ തെറ്റ് ഉമ്മാക്ക് കീഴ്പ്പെട്ടുകൊണ്ട് പടച്ച റബ്ബിനെ ധിക്കരിച്ചിട്ട് ആ ഹറാം ചെയ്തുകൂടെ കേട്ടോ, ചെയ്യാൻ പാടില്ല കേട്ടോ. അതാണ് ഖുർആനിൽ അല്ലാഹ് പറയുന്നത്, വഇൻ ജാഹദാക ലിതുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ. അതേ നിങ്ങളോട് നിങ്ങളെ ഉമ്മ വന്നിട്ട് നീ ശിർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നിന്റെ പാപ്പ വന്നിട്ട് നീ ബഹുദൈവ ആരാധന നടത്തണമെന്ന് പറഞ്ഞാൽ, അതേ അവർക്ക് വിവരമില്ലാതെയാണ് അത് പറയുന്നത്, നീ അനുസരിച്ചുകൂടാ. ഹറാമ് ചെയ്യണമെന്ന് പറയുന്ന ബാപ്പാനെ അനുസരിച്ചുകൂടാ, ഹറാമ് ചെയ്യണമെന്ന് പറയുന്ന ഉമ്മാനെ അനുസരിച്ചുകൂടാ. ഇലയ്യ മർജിഉകൂ, എന്നിലേക്കാണ് നിങ്ങൾ മരണത്തിന് ശേഷം മടങ്ങുന്നതെന്ന ബോധം വേണം. ഫഉനബ്ബിഉകും ബിമാ കുന്തും തഅമലൂൻ. നിങ്ങൾ ഇവിടെ കുറെ ഹറാമുകൾ ചെയ്ത് ജീവിച്ച് എന്നിലേക്ക് നിങ്ങൾ മടങ്ങുന്നവരാണെങ്കിൽ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞറിയിക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന ഒരു കൃത്യമായ ബോധം നിങ്ങളിൽ ഉണ്ടാകണം കേട്ടോ. സർവ വഅദ് കേൾക്കുന്ന യുവാക്കളോട് പറയുന്നു, ഉമ്മാനെ ബഹുമാനിക്കണമെന്നത് ശരിയാണ്, ഉമ്മാനെ ആദരിക്കണമെന്നത് ശരിയാണ്. പക്ഷേ ആ ഉമ്മ റബ്ബ് പൊരുത്തപ്പെടാത്ത ഒരു കാര്യം ചെയ്താൽ അതിന് സപ്പോർട്ട് നിന്നുകൂടാ. റബ്ബ് പൊരുത്തപ്പെടാത്ത ഒരു കാര്യം ചെയ്യാൻ നിന്നോട് ഉമ്മ ആവശ്യപ്പെട്ടാൽ അതിന് കൂട്ട് നിന്നുകൂടാ. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, ആ
സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ, ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് വാങ്ങിയപ്പോൾ, അതല്ലെങ്കിലോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റക്ക് പോകുമ്പോ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാക്ക് സഹിച്ചില്ല. മകൻ മുസ്ലിമായത് ഉമ്മാക്ക് സഹിച്ചില്ല. ആ ഉമ്മ പറഞ്ഞു, മോനെ സഅദേ, നീ ഇസ്ലാമിലേക്ക് പോയത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. നീ ഇസ്ലാമിൽ നിന്ന് തിരിച്ചു വരണോ, ഇസ്ലാമിനെ രാജിവെക്കണോ? ഓ യുവാക്കളെ, ദീനിന്റെ നിയമങ്ങള് രാജിവെക്കാനുള്ളതല്ല. ഓ വാല് കേൾക്കുന്ന യുവതികളെ, ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്താനുള്ളതല്ല. കേവലം പേരിനൊരു മുസ്ലിമായിട്ട് കാര്യമില്ല. പടച്ച റബ്ബിന്റെ സഹായം എന്തേ കിട്ടാത്തത്? ആള് മുസ്ലിമായാലല്ലേ റബ്ബിന്റെ സഹായം കിട്ടേണ്ടത്. കൽബിൽ തഖ്വയില്ല, കണ്ണിന് തഖ്വയില്ല, കാലുകളിൽ തഖ്വയില്ല, അവയവങ്ങളിൽ തഖ്വയില്ല. മുഴുവൻ അവയവങ്ങളും ഹറാമുമായി കളർന്ന് ജീവിക്കുന്നതാണെങ്കിൽ അവർക്ക് റബ്ബിന്റെ സഹായം കിട്ടുമോ? അവരൊരു യഥാർത്ഥ മുസ്ലിമാണെന്ന് പറയാനൊക്കുമോ? പരിഷ്കാരികളായി നടക്കുന്ന പെൺകുട്ടികൾക്ക് എന്ത് റബ്ബിന്റെ സഹായോ? നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരാത്ത ചെറുപ്പക്കാരൻ, ഓനക്ക് എന്ത് റബ്ബിന്റെ സഹായോ? പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോ, രാഷ്ട്രീയക്കാരൻ പ്രഭാഷണം നടത്തുമ്പോൾ പള്ളിയിലെ ബാങ്ക് വിളി കേട്ടപ്പോഴേക്ക് അതേ രാഷ്ട്രീയ സ്ഥാനാർത്ഥി പോലും ബാങ്കിനെ വില കൽപ്പിച്ചുകൊണ്ട് സംസാരമങ്ങ് നിർത്തിവെച്ചു പോയി. മുദ്രാവാക്യം വിളിക്കുന്നവര് മുദ്രാവാക്യം നിർത്തിവെച്ചു പോയി. അവര് മുസ്ലിമീങ്ങളായിട്ടല്ല, പക്ഷേ മുസ്ലിമീങ്ങൾ വില കൽപ്പിക്കുന്ന ബാങ്കിനൊരു ബഹുമാനമുണ്ടെന്ന് മനസ്സിലാക്കി അവരതാ അവിടെ അതേ സംസാരം നിർത്തിവെച്ചു പോയി. അതേ സമയത്ത് ബാങ്ക് വിളി കേൾക്കുമ്പോ അങ്ങാടിയിൽ കറങ്ങി നടക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരന് പള്ളിയിൽ കാണുന്നില്ല. അവനെന്ത് മുസ്ലിമാണ് സുഹൃത്തുക്കളെ? അവനക്ക് എന്താണ് റബ്ബിന്റെ സഹായം കിട്ടുന്നത്? എങ്ങനെയാണ് അവന് റബ്ബിന്റെ സഹായം പ്രതീക്ഷിക്കാൻ പറ്റുന്നത്? എല്ലവും പരിഷ്കാരമായി മാറിയിരിക്കുകയാണ്. എല്ലവും പരിഷ്കാരമാണ്, ഫുള്ളായിട്ട് പരിഷ്കാരം. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വല്ലാതെ അധികരിച്ചിട്ടുള്ള കാലമാണ്. സങ്കടത്തോടെ പറയട്ടെ, ഭക്ഷണം ഉണ്ടാക്കുന്നത് അതാ ഇൻസ്റ്റാഗ്രാമിൽ വന്നുപോയി. അതിനുവേണ്ടി പ്രത്യേകം ചാനലുകൾ, യൂട്യൂബുകൾ വന്നുപോയി. ഇപ്പോ ഈ റമദാനിൽ എന്തൊരത്ഭുതമല്ലേ! നാണമില്ലേ ഉമ്മമാര്? ആർക്ക് വേണ്ടിയാണ് നിസ്കരിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഖുർആൻ ഓതുന്നത്? ആർക്ക് വേണ്ടിയാണ് ഇബാദത്ത് ചെയ്യുന്നത്? എന്തിനാണ് നിസ്കരിക്കുന്നത്? എന്തിനാണ് ഖുർആൻ ഓതുന്നത്? എന്തിനാണ് ഇബാദത്ത് ചെയ്യുന്നത്? പോയി കിടക്കുന്ന ഖബറിൽ ഒരു വെളിച്ചം കിട്ടാനല്ലേ? ഖബറിൽ ചോദ്യം ചോദിക്കുന്ന മലക്കുകളെ ചോദ്യത്തിന് മറുപടി പറയാനല്ലേ? അല്ലാതെ നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം ഇൻസ്റ്റാഗ്രാമിൽ അങ്ങ് അപ്ലോഡ് ചെയ്ത് നാലാളെ കാണിക്കാനോ? എല്ലവും ആർട്ടിഫിഷ്യലായി പോയി. ഞാനിത് വെറുതെ പറയുകയല്ല, എല്ലാം നാടകങ്ങളായി പോയി. ഇബാദത്ത് ചെയ്യുന്നത് പോലും നാടകമായി തരം താഴ്ന്നു പോകുന്ന കാലമല്ലേ? കുറ്റപ്പെടുത്തുകയാണെന്നൊരുമ്മയും തെറ്റിദ്ധരിച്ചു പോകരുത്. സുബ്ഹാനല്ലാഹ്, വീട്ടില് ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ച് അതാ നിസ്കരിക്കുകയാണ്, ജമാഅത്തായി നിസ്കരിക്കുകയാണ്. അതിന്റെ വീഡിയോ എടുക്കുന്നു. എന്നിട്ടോ മുഖം മറക്കാത്ത ഉമ്മാന്റെ അതേ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നു. അതിനുവേണ്ടി പ്രത്യേകം ഒരു ഇൻസ്റ്റയിൽ ഒരു പേജ് തുറക്കുന്നു. ഇത് ആഖിറുസ്സമാൻ അല്ലെങ്കിൽ ഏതാണ് ആഖിറുസ്സമാൻ? അന്യ സ്ത്രീകൾ നിസ്കരിക്കുന്നതിന്റെ രംഗങ്ങൾ ഒപ്പിയെടുക്കും.
ഒപ്പിയെടുത്ത് അതേ മുഖം മറക്കാതെ നിസ്കരിക്കുമ്പോ മുഖം തുറന്നു വെക്കുകയല്ലേ. ആ നിസ്കാരത്തിന്റെ ദൃശ്യങ്ങൾ ഒപ്പിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് വളരെ താഴ്ന്ന പണിയല്ലേ. അത്തരത്തിലുള്ള മുഴുവൻ നിസ്സാരമായ കാര്യങ്ങളിൽ നിന്ന് സർവ്വ ഉമ്മ പെങ്ങന്മാരും മാറി നിൽക്കണമെന്ന് കുമ്പടാജ മഖാമു ഉറൂസിന്റെ സദസ്സിൽ വെച്ച് ഞാൻ പറയുമ്പോ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറഞ്ഞു, മോനെ നീ ഇസ്ലാമിൽ നിന്ന് മാറി നിൽക്കണോ, ഇസ്ലാമിനെ രാജിവെക്കണോ? സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല ഉമ്മ, ഇസ്ലാമിനെ രാജിവെക്കാൻ എന്നെ കിട്ടൂല. ഇപ്പൊ എന്ത് ഇസ്ലാം? ആർക്ക് ഇസ്ലാമിന്റെ നിയമോ? ഞാനിത് വെറുതെ പറയല്ല. എന്ത് ഇസ്ലാം? ആർക്ക് ഇസ്ലാമിന്റെ നിയമോ? നിങ്ങൾ എല്ലാവരും നല്ലവരാ. അല്ലാഹു തആല നിങ്ങളെ ബർക്കത്തുകൊണ്ട് സാധുവായ എന്നെ അല്ലാഹു നന്നാക്കി തരട്ടെ. ഒന്ന് ഉറക്കെ ആമീൻ പറയും. നിങ്ങൾ ആമീന്റെ ബർക്കത്തുകൊണ്ട് ഞാനൊന്ന് നന്നായി കിട്ടിയാലോ? അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. വേണ്ട, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് തന്നെ അത്ര നല്ല അഭിപ്രായം ഇല്ലെങ്കിൽ നമുക്ക് ദ്വാരക്കാം. ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനര ബർക്കത്തുകൊണ്ട് അല്ലാഹു ഞങ്ങൾ എല്ലാരെയും നന്നാക്കി തരട്ടെ. അവർക്ക് സ്വന്തം അഭിപ്രായം വേണമല്ലോ അല്ലേ? നല്ലതാ. അവരവര് ഞാനൊരു മോശക്കാരനാണെന്ന് വിചാരിക്കണതാ നല്ലത്. അല്ലാഹു നമുക്ക് ആ ബോധം തരട്ടെ. അല്ല, ഇപ്പൊ ഞാൻ എന്റെ മനസ്സിലൊരു വിചാരം എന്താണെന്നറിയോ? നിങ്ങൾ എല്ലാരെക്കാളും ഉഷാറ് ഞാൻ എങ്കിൽ പിന്നെ ഞാൻ ഒരിക്കലും നന്നാവാൻ ശ്രമിക്കൂല. എന്ത് കാരണം? ഓരെക്കാളൊക്കെ നല്ലവൻ ഞാനാണല്ലേ എന്ന് ചിന്ത വരുമ്പോ പിന്നെ ഞാൻ നന്നാവാൻ ശ്രമിക്കൂല. നിങ്ങളെ മനസ്സിലും ചിന്തയാണ് എന്താണെന്നറിയോ? എന്താ ചിന്ത? ഞങ്ങൾ തിരക്കേടില്ല എന്ന ചിന്ത നിങ്ങളെ മനസ്സിലും വന്നാല് പിന്നെ നിങ്ങൾക്കും നന്നാകണമെന്ന ചിന്ത ഉണ്ടാവോ? ഇല്ല. ആയതെ കുറിച്ച് കൂടിനാന്നൊരു സംശയം അങ്ങനെ തോന്നാൻ. ഇപ്പൊ നന്നായതിനെ കുറിച്ച് കൂടിനാന്നൊരു സംശയം. ഞാൻ ഇപ്പൊ നിങ്ങളെ കുറിച്ചല്ല പറയണത്. ഞാൻ ചില വിഷയം പറയുമ്പോ ഞാൻ പറഞ്ഞു പോവാണ്. ഇപ്പൊ നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാര്, മുസ്ലിം യുവതികള്, ഞാനിത് വെറുതെ പറയല്ല, ഇസ്ലാമിന്റെ നിയമം അംഗീകരിച്ച് നടക്കണ എത്ര ആളുണ്ട്? അങ്ങനെ ഒരു ഇസ്ലാം ഉണ്ടോ? അല്ല, അങ്ങനെ ഒരു അങ്ങനെയല്ല ഉണ്ട്. അങ്ങനെ തന്നെ വേണോന്ന് എന്തേ? ഇപ്പൊ അങ്ങനത്തെ ഒരു ചിന്ത വരാൻ തുടങ്ങി. അത് ഈ പഠിച്ചിട്ട് പെറവ് പഠിക്കുന്ന, ഞങ്ങളെ ഭാഷയിൽ അങ്ങനെ ഒന്ന് പറയുന്നത്, പഠിച്ചിട്ട് ഓവറായാലും പഠിച്ചിട്ട് പെറവ് പഠിക്കുന്നേ. പഠിച്ചിട്ട് ഉഷാറാവലല്ലേ ഇത്? പഠിച്ചിട്ട് പെറവ് പഠിക്കുന്ന ഉൾട്ടടിക്കുന്ന അർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല വേണോന്നുണ്ടാ, അങ്ങനെ തന്നെ ആവണോന്നുണ്ടാ അല്ലേ? ഒരു കല്യാണത്തിന്റെ പേരിൽ തോന്നിവാസം നടക്കുമ്പോ ഉദാഹരണങ്ങൾ ചിന്തിച്ചു അല്ലേ? ഒരാളോട് പോയി പറഞ്ഞു, ഒരു ബാപ്പാനോട് പോയി പറഞ്ഞു, എന്നെ ഇപ്പൊ ഒരാൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായ നാള് കുറിക്കുക. കല്യാണത്തിന്റെ നാള് കുറിക്കണേ. അതിനിപ്പോ ഇംഗ്ലീഷിൽ എൻഗേജ്മെന്റ് എന്ന് പറയാം. നിങ്ങൾ എന്റെ പേര് ഇംഗ്ലീഷ് തിരുന്നോനൊന്നും തെറ്റിയിരിക്കൊന്നും വേണ്ട. അത് വയസ്സായ മാമാണെങ്കിലും ഓന്റെ എൻഗേജ്മെന്റ് ഉണ്ട് എന്നേ പറയൂ. അപ്പൊ ഞാൻ പറഞ്ഞത് നാള് കുറിക്കണം. എന്നെ വിളിച്ചു. അപ്പൊ ഞങ്ങൾക്ക് പോണോ വേണ്ടേന്ന് സംശയം. കാരണം പോവാൻ പറ്റൂലേ? കാരണം അവിടെ പോയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റിയ സാഹചര്യമാണോ നോക്കണ്ടേ? അതുകൊണ്ട് തന്നെ കല്യാണത്തിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ആഭാസം നടക്കുമ്പോ പിന്നെ മെല്ലെ കൂട്ടുകാരൻ പുതിയാപ്പിളാന്റെ ബാപ്പാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം അത്ര ശരിയാന്ന പോലെ കാണുന്നില്ല, ഇതത്ര ശരിയാന്ന പോലെ, ഇങ്ങനെന്ത് വേണ്ട, മംഗളത്തിൽ ഇതെന്ത് വേണ്ട. അപ്പൊ ഈ പുതിയാപ്പിളന്റെ ബാപ്പ പറയണെന്താന്നറിയോ? എന്താ പറയണെന്നറിയോ? എപ്പെങ്കിലും ഒരിക്കലല്ലേ ഈ അവസരം, അടിച്ചു പൊളിക്കട്ടെ, ജോലിയാക്കട്ടെ. എങ്ങനെയുണ്ട്? ഇയാൾ ഏടെ ഉള്ളേ? ഇയാള് സുബഹി ജമാഅത്തിന് 1-ാം സഫില്, ളുഹ്ർ ജമാഅത്തിന് 2-ാം സഫിലല്ല, 1-ാം സഫിൽ തന്നെ. ചിലപ്പോ ഉസ്താദ് നാട്ടിക്ക് പോയെങ്കില് ഇമാമ തുനിക്കും. അങ്ങനെ ഇപ്പൊ കുമ്പടാജന്റെ വിഷയം പറയുന്നത്, മൊത്തത്തിൽ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പക്ഷെ ഇയാളെ മകളെ കല്യാണം, മോന്റെ കല്യാണം അടിച്ചു പൊളിക്കാൻ, പൊളിക്കണ്ടെന്നല്ല, പൊളിച്ചോ അടിച്ചോ എന്ത് വേണമെങ്കിലാക്കി. പക്ഷേ റബ്ബിന്റെ ദീനിന്റെ നിയമം കാറ്റിൽ പറത്തിയിട്ടൊരു കളിപാടില്ലല്ലോ. അത് ചെറിയ വിഷയമല്ല, വലിയ വിഷയം. പക്ഷെ അത് പറയുമ്പോ ഇങ്ങനല്ല വേണാണ്, ഇങ്ങനല്ല, ഇതിന്റെ ആവശ്യമുണ്ട്, വേണം. അപ്പൊ ചിന്തിക്കുന്ന അങ്ങനെയാണ്, ഇങ്ങനല്ല ഇപ്പൊ അങ്ങനല്ല വേണ. പണ്ടത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. പണ്ട് ഒരു പെണ്ണിന്റെ മുഖം കണ്ടിരുന്നെങ്കില് അന്നത്തെ ആളുകൾ എന്താ പറയാ?
ഞാനൊരു അത്ഭുതം കണ്ടു. റഅയ്തു അജബാ, ഞാനൊരു അത്ഭുതം കണ്ടു. എന്ത്? ഒരു പെണ്ണിന്റെ മുഖം കണ്ടു. അതാ അത്ഭുതം. ഞങ്ങളെ ഉസ്താദ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുമ്പോ ഞങ്ങളെ ഉസ്താദ് എപ്പോഴും പറയും, ഇങ്ങനെ ക്ലാസിന്റെ നടുവിൽ ചില കാര്യങ്ങൾ പറയുമ്പോ അപ്പൊ ഉസ്താദ് പറയും, അങ്ങനെയാ പറയല്. എങ്ങനെ? ഒരു പെണ്ണിനെ എങ്കാലും കണ്ടുപോയാൽ റോട്ടിൽ മീറ്റ് മുഖം തുറന്നിട്ട് ഒരു പെണ്ണിന്റെ മുഖം കണ്ടുപോയെങ്കിൽ അത്ഭുതം കണ്ടു എന്നാ പറയാ. കാരണം ആ നാട്ടിൽ അങ്ങനെ ഒരു പെണ്ണിന്റെ മുഖം കാണാൻ സാധ്യതയേ ഇല്ല. അവര് ഫുള്ളായിട്ട് മുഖമൊക്കെ മറച്ച് മുച്ചി ശരീരമൊക്കെ മറച്ചിട്ട് അവർ വരിക. ഇന്നത്തെ അത്ഭുതം ഏത്? ചൊല്ലി നോക്കാം. ഇന്നത്തെ അത്ഭുതം ഏത്? ഇന്നത്തെ അത്ഭുതം ഏത്? നേരെ ഉൾട്ടാക്കിയാ മതി. എന്താ അത്ഭുതം? ഇന്നുമീത്ത് ഒരു പെണ്ണിന്റെ മുഖം കാണാതിരുന്നാൽ അത്ഭുതം. എന്താ കാരണം? ഒക്കെ മുഖം തുറന്നിട്ടല്ലേ ഇപ്പൊ മൊബൈലിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഫേസ്ബുക്കിൽ വേറെ, സോഷ്യൽ മീഡിയയിൽ വേറെ, ഇൻസ്റ്റാഗ്രാമിൽ വേറെ, യൂട്യൂബിന്റെ ചാനൽ വേറെ. അതാ ഞാനിപ്പോ പറഞ്ഞ അവസാനം എത്തി 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 ഇപ്പൊ എവിടെ എത്തിയെന്നറിയോ? വീട്ടില് പെണ്ണ് നിസ്കരിക്കുന്നതിന്റെ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന കാലം. ആരോടാണ് ഉമ്മമാരെ ഈ നാടകം? ആരോടാണ് സഹോദരിമാരെ ഈ കളി? ഇത് വലിയ നാടകമല്ലയോ? ഇത് വലിയ കളിയല്ലയോ? ഈ സർവ നാടകങ്ങളിൽ നിന്ന് മാറി നിൽക്കണോ? എല്ലാ കളികളിൽ നിന്നും വേഗം ഉമ്മ പറയുന്ന വാക്ക് മക്കൾ സ്വീകരിച്ചു പോയി. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയാണ്, മോനെ നീ ഇസ്ലാമിൽ നിന്ന് പിറകോട്ട് നീങ്ങിയില്ല എന്ന് കണ്ടാൽ ഒരിക്കലും അതാ ഞാൻ ഭക്ഷണം കഴിക്കൂല, ഞാൻ ഒരിക്കലും വെള്ളം കുടിക്കൂല. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പതറിപ്പോയില്ല. മഹാനവരികൾ പറഞ്ഞു, ഉമ്മ എനിക്ക് എന്റെ ഉമ്മാനോട് വലിയ ബഹുമാനമുണ്ട്, ശരിയാണ്, വലിയ ആദരവുണ്ട്, സ്നേഹമുണ്ടെന്നത് ശരിയാണ്. ഉമ്മ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. പക്ഷേ ഇസ്ലാം എന്ന സത്യപ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ എന്നെ കിട്ടൂല. എന്റെ ഉമ്മാനെ അനുസരിക്കാൻ വേണ്ടി എന്റെ രാജാവായ റബ്ബിനെ ധിക്കരിക്കാൻ എന്നെ കിട്ടൂല. ഉമ്മ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും സാരമില്ല, ഒരു 100 ശരീരം എന്റെ ഉമ്മാക്ക് ഉണ്ടായിട്ട്. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ പറയാണ്, ഒരു 100 ശരീരം എന്റെ ഉമ്മാക്ക് ഉണ്ടായിട്ട് ഓരോ ശരീരം ഉമ്മ ഭക്ഷണം കഴിക്കാത്തതിന്റെ പേരിൽ ഓരോ ശരീരം മരിച്ചു കിടന്നാൽ പോലും അതിന്റെ പേരിൽ ഞാൻ ഇസ്ലാമിൽ നിന്ന് പിറകോട്ട് പോകൂല. വേണമെങ്കിൽ ഉമ്മ ഭക്ഷണം കഴിച്ചോളൂ, അല്ലെങ്കിൽ ഉമ്മ ഭക്ഷണം കഴിക്കേണ്ടതില്ല. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു എന്ന മകൻ അല്ലാഹുവിന്റെ മതമായ പരിശുദ്ധ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ ഉമ്മാക്ക് വേറെ വഴിയില്ല, ആ ഉമ്മ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി.
പക്ഷേ അപ്പോഴും അല്ലാഹുവിന്റെ കൽപ്പനയാണ് സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളോട്, ഉമ്മയാണ്. ഇസ്ലാമിന്റെ പുറത്തു നിൽക്കുന്ന ഉമ്മയാണെങ്കിൽ പോലും, ഉമ്മ മുസ്ലിം അല്ലെങ്കിൽ പോലും, ഉമ്മ മുസ്ലിമത്തല്ലെങ്കിൽ പോലും ഉമ്മാനെ ബഹുമാനിക്കാതെ നിർവാഹമില്ല. ഉമ്മാക്ക് ഗുണം ചെയ്യണം, ഉമ്മാന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണോ, ഉമ്മാനെ നല്ല നല്ല കാര്യങ്ങളിൽ തൃപ്തിപ്പെടുത്തണോ. അതെ, ദീനിനെതിരായിട്ട് ഉമ്മ വല്ലതും പറഞ്ഞാൽ ആ ഉമ്മ പറഞ്ഞതിനെ അനുസരിച്ചുകൂടാ. പടച്ച റബ്ബിന്റെ ദീനിന്റെ നിയമം അവിടുന്ന് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ പകർത്തുന്നു. ഞാനൊരു ചെറിയ വിഷയം ഇന്നത്തെ വാദിൽ പറഞ്ഞു ഞാൻ എന്റെ വാദ നിർത്തുന്നു. നിങ്ങൾ കേട്ടിരിക്കും ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ലൂത്ത് നബി അലൈഹിസ്സലാം. ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ എന്റെ വാദം അവസാനിപ്പിക്കുകയാണ്. നബിയുല്ലാഹി ലൂത്ത് നബി അലൈഹിസ്സലാം. സുഹൃത്തുക്കളെ, പടച്ച റബ്ബിനെ ആര് ധിക്കരിച്ചാലും ആ ധിക്കരിച്ചവനെ ഈ ദുനിയാവിൽ തന്നെ റബ്ബ് പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. അവന് അല്ലാഹു തആല അനുഭവിക്കേണ്ടത് പലതും അവന് കൊടുത്തിട്ടുണ്ട്. റബ്ബിനെ ധിക്കരിച്ച് നടന്നവനെ അല്ലാഹു വെറുതെ വിട്ടിട്ടില്ല. ദുനിയാവിൽ തന്നെ അവർക്ക് പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. ആ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ സ്വഭാവം എന്താണ്? ഖുർആനിൽ സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു തആല പറയുന്നത് കാണാം. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതക്കുള്ള സ്വഭാവം എന്താണ്? ആ ജനതക്കുള്ളൊരു പ്രത്യേകമായ നീചമായ ഒരു സ്വഭാവം. അവർക്ക് അതാ സ്ത്രീകളോട് വികാരം തോന്നുന്നില്ല, മറിച്ച് പുരുഷന്മാരായ അവർക്ക് ആൺകുട്ടികളോടാണ് വികാരം തോന്നുന്നത്. ആൺകുട്ടികളോടാണ് അവർക്ക് സ്നേഹം തോന്നുന്നത്. ആൺകുട്ടികളോടാണ് അവർക്ക് വികാരം തോന്നുന്നത്. ആ ആൺകുട്ടികളോട് വികാരം തോന്നുമ്പോഴൊക്കെ ലൂത്ത് നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹു തആല ഹലാലാക്കി തന്ന പെൺമക്കളുണ്ടല്ലോ, സ്ത്രീകളുണ്ടല്ലോ, എന്നാലും അവർക്ക് ആൺകുട്ടികളോടാണ് താല്പര്യം. അത് വളരെ മോശപ്പെട്ട സംഗതിയാണല്ലോ. ആ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് കണ്ടില്ലേ നിങ്ങള്? അതേ, ലൂത്ത് നബി അലൈഹിസ്സലാം ആ സമൂഹത്തോട് പറഞ്ഞില്ലേ, വലൂതൻ ഇദ ഖാല ലിഖൗമിഹി ഇന്നകും ലതഅതൂനൽ ഫാഹിശത മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. ഓ എന്റെ സമൂഹമേ, നിങ്ങൾ ഈ ചെയ്യുന്ന മോശത്തരം മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയ ഒരു സമുദായവും ചെയ്തിട്ടില്ല. അത്രയും മോശപ്പെട്ട ഒരു നീചമായ സംഗതിയാണ് നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഇന്നകും ലതഅതൂന الرجال وتقطعون السبيل وتأتون في ناديكم المنكر. നിങ്ങൾ ഇതാ ആൺകുട്ടികളുടെ ബാക്കിൽ നടക്കുകയാണ്. ഭാര്യമാരുണ്ടായിട്ട് പോലും അതേ ഭംഗിയുള്ള ആൺകുട്ടികളെ പിന്നാലെ നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, താടിയും മീശയും മുളക്കാത്ത കാണാൻ ഭംഗിയുള്ള ആൺകുട്ടികളുടെ പിന്നാലെ നടക്കുകയാണ്. അല്ലാഹു തആല ഹലാലാക്കി തന്ന ഭാര്യമാരുണ്ടായിട്ട് പോലും അതേ ആൺകുട്ടികളെ പിന്നാലെ നടക്കുകയാണ്. എന്നിട്ടോ വതഅതൂന ഫീ നാദീകുമുൽ മുൻകർ, നിങ്ങളെ സദസ്സുകൾ വെച്ച് നിങ്ങൾ മോശപ്പെട്ട കാര്യം ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? അവരെ ലൂത്ത് നബി അലൈഹിസ്സലാം ബോധവൽക്കരിക്കുമ്പോ ലൂത്ത് നബി അലൈഹിസ്സലാമിനോട് അവർ പറഞ്ഞ മറുപടി സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു തആല ഉദ്ധരിക്കുന്നത് കാണാം. ഫമാ കാന ജവാബ ഖൗമിഹി ഇല്ലാ അൻ ഖാലു ഉത്തിനാ ബിഅദാബില്ലാഹി ഇൻ കുൻത മിനസ് സാദിഖീൻ. ഓ ലൂത്ത് നബിയേ, നിങ്ങൾ ഞങ്ങളെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല.
ഇതെല്ലാം ഉപദേശിച്ചിട്ട് നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കുന്നത് എങ്ങനെയാണ്? അള്ളാന്റെ അദാബുണ്ട് എന്നല്ലേ, അള്ളാന്റെ ശിക്ഷ ഇറങ്ങൂന്നല്ലേ? നോക്കാം, റബ്ബിന്റെ ശിക്ഷ വന്നോട്ടെ, അള്ളാന്റെ ശിക്ഷയെ ഒന്ന് കൊണ്ടുവരൂ. നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ റബ്ബിന്റെ ശിക്ഷയെ ഒന്ന് കൊണ്ടുവരൂ. നിങ്ങൾ ലൂത്ത് നബി അലൈഹിസ്സലാമിനെ ഒന്നും ചെയ്യാൻ കഴിയാതെ വരുമ്പോ അവിടുന്ന് ഒരൊറ്റ ദുആ, ഏത് വിഷയങ്ങളും കൈവിട്ടു പോകുമ്പോഴും ആദ്യത്തേതും അവസാനത്തേതുമായ പരിഹാരം ദുആയാണ്. ലൂത്ത് നബി അലൈഹിസ്സലാം അവിടുന്ന് ദുആ ചെയ്യുന്നു, റബ്ബിൻസുർനി അലൽ ഖൗമിൽ മുഫ്സിദീൻ, എന്റെ ഈ ജനതയായ ഫസാദുണ്ടാക്കുന്ന ഈ ജനതക്കെതിരെ ലൂത്ത് നബിയാകുന്ന എന്നെ നീ ഒന്ന് സഹായിക്കണേ അല്ലാഹ്. ലൂത്ത് നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്. ആ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ അല്ലാഹു തആല ശിക്ഷിച്ചു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതാണത്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ അല്ലാഹു തആല ശിക്ഷിക്കുകയാണ്. എങ്ങനെയാണ് ശിക്ഷിക്കുന്നത്? ഇന്നാ മുൻസിലൂന അലാ അഹ്ലി ഹാദിഹിൽ ഖറിയതി റിജ്സൻ മിനസ് സമാഇ ബിമാ കാനൂ യഫ്സുഖൂൻ. ആ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയിലേക്ക് ഞാൻ അതാ ഒരു ശിക്ഷയെ ഇറക്കുകയാണ്. വെറുതെയല്ലല്ലോ റബ്ബ് അദാബ് കൊണ്ടുവരുന്നത്. ബിമാ കാനൂ യഫ്സുഖൂൻ, അവർ ചെയ്ത തെമ്മാടിത്തരം കാരണമായി ഞാൻ അതാ ആ നാട്ടിലേക്ക് ശിക്ഷ ഇറക്കുന്നു. കണ്ടോ നിങ്ങള്, ഒരു നബി ജീവിക്കുന്ന കാലമായിട്ട് പോലും ഇന്ന് ഒരു നബിയുമില്ലല്ലോ ഞങ്ങളെ കൂടെ എന്ന് പറഞ്ഞാൽ ഖുദർ നബി അലൈഹിസ്സലാം ജീവിച്ചിട്ടില്ല എന്നല്ല. ഖുദർ നബി അലൈഹിസ്സലാം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അതേ സമയത്ത് അന്ന് ലൂത്ത് നബി അലൈഹിസ്സലാം ജനതക്കിടയിൽ ജീവിക്കുന്ന കാലമായിട്ട് പോലും ആ ജനത റബ്ബിന്റെ ദീനിന്റെ നിയമം ധിക്കരിച്ചപ്പോൾ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതക്ക് അല്ലാഹു തആല ശിക്ഷയെ ഇറക്കി കൊടുത്തില്ലേ? അത് എന്തിനാണ് ഖുർആൻ പറഞ്ഞത്? ബിമാ കാനൂ യഫ്സുഖൂൻ, അവർ ചെയ്ത ഫിസ്ഖ് കാരണമായിട്ടാണ്, തെമ്മാടിത്തരം കാരണമായിട്ടാണ്. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ? അതുകൊണ്ട് റബ്ബിന്റെ അദാബിൽ നിന്ന് മാറി നിൽക്കാൻ ഫിസ്ഖ് തരമങ്ങ് നീക്കി വെക്കണോ, തെമ്മാടിത്തരമങ്ങ് നീക്കി വെക്കണോ? ഇത് സാധുവായ ഞാൻ എന്റെ അമ്മാരത്തായ നഫ്സിനോട് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ എന്റെ ഇന്നത്തെ സംസാരം ചുരുക്കുന്നു. നിങ്ങൾ എല്ലാവരും ഒന്നെണീറ്റ് നിൽക്കുമോ? എല്ലാ മുഅ്മിനീങ്ങളും അടുത്തേക്ക് വരുമോ? ദൂരെയുള്ളവരെല്ലാം ഒന്ന് മജ്ലിസിലേക്ക് കടന്നു വരണം. നമുക്കൊരു 3 സ്വലാത്ത് ചൊല്ലി ഒരു ചെറിയ ദുആ നടത്തി പിരിയണം. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളെ സദസ് ഈ കുമ്പടാജയിൽ മറപ്പെട്ട് കിടക്കുന്ന മഹാനര ബറക്കത്ത് കൊണ്ട് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണം റഹ്മാനേ. എല്ലാ മുഅ്മിനീങ്ങളും അടുത്തേക്ക് വരണം. അല്ലാഹുവേ, ഞങ്ങളെ ഈ സദസ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണം റഹ്മാനേ. സുഹൃത്തുക്കളെ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയിലുണ്ടായിരുന്ന വളരെ മോശപ്പെട്ട ഒരു 2-3 സ്വഭാവങ്ങളുണ്ട്. അത് ഇന്നും ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ചിലരിൽ കാണുന്നുണ്ട്. മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ സ്വഭാവം പറഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞതല്ലാത്തതും കൂടിയായ ഒരു 2-3 സ്വഭാവവും കൂടി പറയുന്നുണ്ട്. ആ സ്വഭാവം ഞങ്ങളിൽ ഉണ്ടാകാതിരിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കണോ.
നിങ്ങളെ സദസ്സുകളിൽ വെച്ച് നിങ്ങള് പൊരുത്തപ്പെടാത്ത കാര്യം ചെയ്യുന്നുണ്ടല്ലോ സമൂഹമേ. ലൂത്ത് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു, ഏതാണ് ആ പൊരുത്തപ്പെടാൻ പറ്റാത്ത കാര്യങ്ങള്? അതിൽ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത് കാണാം. അതേ, കൈവിരലിലൂടെ, നിങ്ങളെ ഭാഷയിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല, എന്റെ ബ്യാരി ഭാഷയിൽ നൊട്ടി പൊട്ടിക്കുക എന്നാ പറയാ. അഥവാ ചില മനുഷ്യന്മാരുണ്ട് സുബ്ഹാനല്ലാഹ്, ദുആ ചെയ്യുമ്പോഴും അവർക്കൊരു മടിയില്ല. പള്ളിയാണെന്ന് നോക്കൂല, ദുആ ചെയ്യുന്ന സമയമാണെന്ന് നോക്കൂല, മെല്ലെ വിരലിങ്ങനെ പൊട്ടിക്കുകയാണ്. അതിന് എന്റെ ഭാഷയിൽ നൊട്ടി പൊട്ടിക്കാന്നാ പറയാ. മദ്രസയിലെ കുട്ടികൾ അങ്ങനെ ചെയ്താൽ ചിലപ്പോ ഉസ്താദ് കണ്ണിങ്ങനെ മറിച്ചു നോക്കൂ. എന്നാലോ പ്രായമുള്ള ബാപ്പ ചെയ്താൽ ചിലപ്പോ ഉസ്താദിനെ അങ്ങനെ നോക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. കാരണം ഉസ്താദിന്റെ ഉപ്പാപ്പാന്റെ പ്രായമുണ്ട് ഈ മൂപ്പർക്ക്. മദ്രസയിലെ കുട്ടിയെ നോക്കിയിട്ട് അദബ് പഠിപ്പിക്കും പോലെ പ്രായമുള്ള ഒരാളെ അദബ് പഠിപ്പിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. ഓരോ അദബ് പഠിപ്പിക്കുന്നതിന് ഓരോ ലെവലാണ്. അപ്പൊ ഈ സ്വഭാവമുണ്ടല്ലോ, ഇതേ ഉമ്മമാരെ നിസ്കാരപ്പായയിൽ കുത്തിരുന്ന് അതേ നൊട്ടിയെടുക്കുക, അഥവാ വിരലിങ്ങനെ പൊട്ടിക്കുക, ആ സ്വഭാവം അത് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ സ്വഭാവമാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്ത് ശബ്ദമുണ്ടാക്കുന്നത് അത് നല്ലതല്ല. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ സ്വഭാവമാണ്. നിസ്കാരത്തിലാണെങ്കിലും നിസ്കാരത്തിന്റെ പുറത്താണെങ്കിലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കണോ. ഓ ഉമ്മമാരെ, കുട്ടികൾ ഇന്നിങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ അത് ഉമ്മമാര് നല്ലവണ്ണം ശ്രദ്ധിച്ചു കുട്ടികളെ അതിൽ നിന്ന് മാറ്റി നിർത്തണം. അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ നിസ്കരിക്കാൻ പള്ളിയിൽ വന്നാൽ ദുആ ചെയ്യുന്ന സമയത്തും ശബ്ദം കേൾക്കാണ്. നോക്കുമ്പോ ബാക്കിൽ നിന്ന് മദ്രസയിൽ പഠിക്കുന്ന കുട്ടി ഇങ്ങനെ എന്താ നൊട്ടിയെടുക്കുകയാണ്, അഥവാ വിരൽ പൊട്ടിക്കുകയാണ്. അത് അത്രയും നല്ല സ്വഭാവമല്ല എന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. ഇനി ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽ ഉണ്ടായിരുന്ന രണ്ടാമത്തെ സ്വഭാവം മഹാന്മാരായ പണ്ഡിതന്മാര് പ്രത്യേകം പറയുകയാണ്. അതേ ബാത്റൂമിൽ പോയി കളിക്കുന്ന സ്വഭാവം, ടോയ്ലറ്റിൽ പോയി കളിക്കുന്ന സ്വഭാവം. ചില ചെറുപ്പക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്, ബാത്റൂമിൽ പോയിട്ട് കുറെ അങ്ങ് കളിച്ചിട്ട് പിന്നെ വരിക. അതുകൊണ്ടല്ലേ പഴയ കാലത്തെ ബാത്റൂമുകളിൽ കുളിമുറികളിൽ കൂടുതൽ സൗകര്യങ്ങളില്ലായിരുന്നു. അതേ സമയത്ത് ഇന്നത്തെ കുളിമുറി നോക്കൂ നിങ്ങള്, എന്തൊക്കെ സൗകര്യമാണ്. പോയാ വേഗം തിരിച്ചു വരാൻ തോന്നൂല, കുറെ നേരം അവിടെ ചെലവഴിക്കാനാ തോന്നുക, കുറെ നേരം വെള്ളത്തിൽ കളിക്കാനാ തോന്നുക. കുളിച്ചു കഴിഞ്ഞാലും സുബ്ഹാന ജല്ല ജലാലു, കുളിച്ചു കഴിഞ്ഞാലും കുറെ നേരം അവിടെ ടബ് ഉണ്ടാവും, അതിലിങ്ങനെ കളിക്കാൻ നോക്കാണ്. വേറെ ചില ഉമ്മമാര് ബാത്റൂമിൽ കൊണ്ടുപോയി സ്വിമ്മിംഗ് പൂള്, ഈ ആർട്ടിഫിഷ്യൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാകും, അത് കൊണ്ടുപോയി ബാത്റൂമിൽ വെക്കാണ്, കുട്ടിക്ക് കളിക്കാനാണ്. ഓ ഉമ്മ, ബാത്റൂം എന്ന് പറഞ്ഞാൽ കുറെ നേരം കളിക്കാനുള്ളതല്ല. ബാത്റൂമിൽ പോയി കളിക്കുന്ന സ്വഭാവം അത് മിൻ അഖ്ലാഖി ഖൗമി ലൂത്ത്, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽപ്പെട്ടതാണെന്ന് പണ്ഡിതന്മാര് പറഞ്ഞു. എന്ന് മാത്രമല്ല, വേറെ ചില പണ്ഡിതന്മാര് പറഞ്ഞു, അങ്ങനെ ടോയ്ലറ്റിൽ പോയി ബാത്റൂമിൽ പോയി കുറെ നേരം കളിക്കുന്ന സ്വഭാവക്കാരാണോ, ലം യമുത് ഹത്താ യദൂഖ അലമൽ ഫഖ്രി, ദാരിദ്ര്യം അനുഭവിക്കാതെ അവൻ മരിക്കൂല. എന്തിനാണ് ഈ മക്കളെ ബാത്റൂമിൽ കുറെ നേരം കളിപ്പിക്കുന്നത്? എന്നിട്ട് ഉമ്മാന്റെ പരാതിയാണ്, ഓൻ പോയിട്ട് വെള്ളത്തിൽ കളിക്കുന്നു, കുറെ നേരം കളിക്കുന്നു, കുളിച്ചിട്ടും വരൂല. കുട്ടികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അവർക്ക് വെള്ളത്തിൽ കളിക്കാൻ വലിയ താല്പര്യമാണ്. അതുകൊണ്ടാണ് വാട്ടർ പാർക്കിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുന്നത്, വെള്ളച്ചാട്ടമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്ന് പറയുന്നത്, എവിടെയെങ്കിലും സ്വിമ്മിംഗ് പൂൾ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോകണമെന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഇപ്രാവശ്യം തന്നെ സ്കൂളിൽ അവധി കിട്ടിയപ്പോ, മദ്രസയിൽ അവധി കിട്ടിയപ്പോ കുട്ടികളെയും കറക്കാൻ പലയിടത്തും കൊണ്ടുപോയിട്ടുണ്ടാകും. അപ്പൊ രക്ഷിതാക്കൾ കൂടുതലും തെരഞ്ഞെടുക്കുന്നത് വെള്ളച്ചാട്ടം എവിടെയാണ്, വാട്ടർ പാർക്ക് എവിടെയാണ്, സ്വിമ്മിംഗ്
സ്വിമ്മിംഗ് പൂൾ എവിടെയാണ്, കുട്ടികളെ വെള്ളത്തിൽ കളിപ്പിക്കാൻ പറ്റിയ സ്ഥലം എവിടെയാണ്, അതിന് ഞാനൊന്നും എതിരല്ല കേട്ടോ. അതേ സമയത്ത് ബാത്റൂമിൽ കുറെ നേരം കുളി കഴിഞ്ഞിട്ടും കുട്ടികളതാ അവിടുന്ന് വെള്ളം ഇങ്ങനെ തെറിപ്പിച്ചിട്ട് കളിക്കുകയാണ്. ആ ബാത്റൂമിൽ കുറെ നേരം വലിയവരായാലും ചെറിയവരായാലും കളിച്ചിട്ട് സമയം പാഴാക്കുന്നത് അത് അത്രയും നല്ല സ്വഭാവമേ അല്ല. ഇത് പറഞ്ഞതിന് ശേഷം വീണ്ടും മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽ ഉണ്ടായിരുന്ന മറ്റൊരു സ്വഭാവം, സുബ്ഹാനല്ലാഹ്, എല്ലാ ശബ്ദം ഒരുപോലെയല്ല, എല്ലാ ശബ്ദം ഒരുപോലെയല്ല. കേൾക്കാൻ നല്ല രസമുള്ള ശബ്ദമുണ്ടാകും, കേട്ടാൽ ജനങ്ങൾ വെറുക്കുന്ന ശബ്ദമുണ്ടാകും. അത് ഞങ്ങളെ ശരീരത്തിൽ നിന്ന് തന്നെ വരുന്ന ശബ്ദമാണെങ്കിലും സുബ്ഹാനല്ലാഹ് എല്ലാ ശബ്ദം ഒരുപോലെയല്ല. ചില ശബ്ദം കേട്ടാൽ നല്ല സന്തോഷമുണ്ടാകും, വേറെ ചില ശബ്ദം കേട്ടാൽ എവിടെന്നാ കേൾക്കുന്നത് അവിടെ എണീറ്റങ്ങ് ഓടിപ്പോകും. ചിലപ്പോ സുബ്ഹാനല്ലാഹ് മൂക്കും പൊത്തിട്ടാ പോവാ. സുബ്ഹാനല്ലാഹ് എന്തേ കാരണം? അത് അത്രയും നല്ല ശബ്ദമല്ല, ആ വാസന അത്ര നല്ല വാസനയല്ല, അത് നാറ്റമാണ്. അതുകൊണ്ടല്ലേ കീഴുവായു എന്നാണ് അതിന് പറയാ. നിങ്ങളെ പച്ച മലയാളത്തിൽ അങ്ങനെയാ പറയാ. ആ കീഴുവായു ചില ആളുകളോ സുബ്ഹാന ജല്ല ജലാലുഹു വലിയ ഒച്ചത്തിലാണ് അവർ വിടുന്നത്. ജനങ്ങൾക്കൊക്കെ അറിയിച്ചിട്ടാ വിടുന്നത്, പ്രത്യേകിച്ച് ഭർത്താവും ഭാര്യയും. സുബ്ഹാന ജല്ല ജലാലുഹു ചില ഭർത്താക്കന്മാർക്ക് ഒരു സ്വഭാവം, ആ ഒച്ച എന്റെ ഭാര്യ കേട്ടാൽ കുഴപ്പമില്ല. വിഷമായോന്ന് എനിക്കറിയില്ല കേട്ടോ, വിഷമായൊന്നും എനിക്കറിയില്ല. സുബ്ഹാന ജല്ല ജലാലുഹു എന്റെ ഭാര്യ ആ ഒച്ച കേട്ടാ കുഴപ്പമില്ല. ഈ ഒച്ച കേൾക്കുമ്പോഴേക്ക് ഭാര്യ നിങ്ങൾ എന്തില്ലേ സാവു, നിങ്ങൾ എന്തില്ലേ സാവു എന്ന് ഭാര്യ ഇങ്ങനെ ഭർത്താവിനോട് പറയും. പറ്റൂല. ഭാര്യ കേൾക്കാനുള്ള ഒരുപാട് ഒച്ചകൾ വേറെ ഉണ്ട്, ശബ്ദങ്ങൾ വേറെ ഉണ്ട്. അത് ഭാര്യനെ കേൾപ്പിച്ച് സന്തോഷിപ്പിക്കുക. ഇതുപോലെ കേൾക്കാൻ പാടില്ലാത്ത ശബ്ദം അതൊരിക്കലും നിങ്ങൾ മറ്റുള്ളവരെ കേൾപ്പിക്കരുത്. മറ്റുള്ളവർ അറിയാതെയാണ് സുബ്ഹാനല്ലാഹ് ചില സദസ്സുകളിലൊക്കെ ഉണ്ടാകുമ്പോ ഇങ്ങനെ ഒരു നാണമില്ലാതെ ഉളുപ്പില്ലാതെ, അത് പള്ളിയുടെ ഉള്ളിലാകട്ടെ പുറത്താകട്ടെ, ആ കീഴുവായു പോകുന്നത് ഞാനല്ലാതെ ഒരാളും അറിയരുത്, തൊട്ടടുത്തിരിക്കുന്നവനും അറിയരുത് എന്ന് പറഞ്ഞാൽ ശബ്ദം കേൾക്കരുത്, ജനങ്ങൾ അറിയുന്ന കോലത്തിലാകരുത്. സദസ്സുകളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതക്ക് അങ്ങനെ ഒരു നാണൊന്നുമില്ല. സദസ്സിൽ വെച്ച് തന്നെ ഒച്ചുണ്ടാക്കിയിട്ട് കീഴുവായുവിനെ സുബ്ഹാനല്ലാഹ് മാന്യമായി പറഞ്ഞേക്കാണ്. അത് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സ്വഭാവമാണ്, അത് യോജിച്ചതല്ല. പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, ഔലിയാക്കളുടെ സ്വഭാവം സ്വീകരിച്ച് മോശപ്പെട്ട ആളുകളുടെ സ്വഭാവത്തിൽ നിന്ന് മാറി നിന്ന് ഇനി എത്ര കാലം ജീവിക്കാനുണ്ടെന്ന് പറയാൻ കഴിയില്ല. ഉള്ളത് മിനിറ്റാണോ, സെക്കൻഡുകളാണോ, മണിക്കൂറുകളാണോ, അതെല്ലാം പടച്ചറപ്പിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിച്ച് നല്ല ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ എല്ലാവരും ഒരുങ്ങണമെന്ന് മാത്രം, തയ്യാറാകണമെന്ന് മാത്രം സാധുവായ ഞാൻ എന്റെ അമ്മാറത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി. കുമ്പടാജയിൽ മറപ്പെട്ട് കിടക്കുന്ന മഹാനവരുകളുടെ ഉറൂസിന്റെ പേരിലുള്ള നമ്മുടെ എല്ലാ ദിവസത്തിന്റെയും വഅദിന്റെ മജ്‌ലിസുകൾ അതിന് കാരണമാകണം, നിമിത്തമാകണം എന്ന് ഓർമ്മപ്പെടുത്തി. ഒരു നേരത്തെ നിസ്കാരവും ഖളാ ചെയ്യാതെ, ഹറാം കഴിക്കാതെ, കുടുംബ ബന്ധം മുറിക്കാതെ, ഒരാളെയും ചതിക്കാതെ, വഞ്ചിക്കാതെ, അവിഹിത ബന്ധം സ്ഥാപിക്കാതെ, മദ്യപാനികളാകാതെ, പള്ളിയെ ബഹുമാനിക്കാതെ, അങ്ങനെയൊരു അതേ പള്ളിയെ ബഹുമാനിച്ചുകൊണ്ട് ചെറിയവരെ സ്നേഹിച്ച് വലിയവരെ ബഹുമാനിച്ച്, പണ്ഡിതന്മാരെ എല്ലാ പണ്ഡിതന്മാരെ ബഹുമാനിച്ച്, എല്ലാ തങ്ങന്മാരെയും ആദരിച്ച്, നല്ല ഐക്യത്തോടെ ജീവിച്ച് നല്ല ഒരു ഈമാനിന്റെ ജീവിതം കാഴ്ചവെക്കണേ. ഓ
ഉമ്മമാരെ, ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കാതെ ആ ഭർത്താവിന് ദീനിന്റെ നിയമത്തിന്റെ ഉള്ളിൽ നിന്ന് സ്നേഹിച്ച് ഇതുപോലെ തന്നെ ശരീരം മുഴുവനും മറച്ചുകൊണ്ട് ഒരൊറ്റ അന്യ പുരുഷനും നിങ്ങളെ മുഖം കാണിക്കാതെ, നിങ്ങളുടെ അവയവങ്ങൾ കാണിക്കാതെ ആ റബ്ബിന്റെ ദീനിന്റെ നിയമം ഫുള്ളായി ജീവിതത്തിൽ പകർത്തിയിട്ട് അമ്മായിമാനെ ബഹുമാനിച്ച്, ഭർത്താവിന്റെ ബാപ്പാനെ ബഹുമാനിച്ച്, നല്ല ഒരു കുടുംബ ജീവിതത്തിന് നേതൃത്വം നൽകി വളർന്നു വരുന്ന മക്കളാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം. ആ മക്കളെ നല്ല മക്കളാക്കി വളർത്തി ആഖിറത്തേക്ക് വലിയ സമ്പാദ്യക്കാരായി വളർത്തിക്കൊണ്ടുവന്നു ജീവിച്ച് മരിക്കണമെന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ നീ ഞങ്ങൾക്കതിന് തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ഈ സദസ്സിൽ ഒരുമിച്ചു കൂടിയ മുഴുവൻ സ്നേഹജനങ്ങളെയും ഞങ്ങളെ എല്ലാവരെയും, ഞങ്ങളെ എല്ലാ ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ചു കൂടുന്നവരുടെയും അതുപോലെ ഞങ്ങളെ വാദകളിൽ ലൈവായി കേട്ട് പഠിക്കുന്നവരെയും എല്ലാ സ്നേഹജനങ്ങളെയും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലിവാഗുൽ ഹംദ് എന്ന കൊടിക്കീഴിൽ ഒരുമിച്ചു കൂട്ടി തരണേ അല്ലാഹ്. ഒരു 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഞങ്ങളെ നാട്ടില് വെള്ളിയാഴ്ച 26-ാം തീയതിയാണ് എലക്ഷൻ. ഇവിടെ ഇപ്പോ 26 ഇവിടെയും 26-നാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് അതൊക്കെ വളരെ ഭംഗിയായ നിലയ്ക്ക് വോട്ട് രേഖപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.